ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് ചെറിയ കുക്കിങ്ങും ഇന്ന് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളുമായിട്ടൊക്കെ ഒരു വ്ളോഗാട്ടോ. നമ്മൾ നേരത്തെ ഒരു പാർട്ട് 1 ഓണം ക്ലീനിങ് എന്ന് പറഞ്ഞൊരെണ്ണം ഇട്ടായിരുന്നു. അതിൻ്റെ ബാക്കി ഉള്ള ഒരു ചെറിയൊരു ഭാഗമാണ്. അപ്പം ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും പോകേണ്ടതും കൊണ്ട് നമുക്ക് കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീനിങ്ങിലോട്ട് കിടക്കാവൂ. പതിവിൽ ഞാൻ ഇത്തിരി നേരത്തെ എഴുന്നേറ്റായിരുന്നു കേട്ടോ. ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴേ എണീറ്റിട്ട് നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞാലല്ലേ നമുക്ക് ക്ലീനിങ്ങിലോട്ട് കിടക്കാൻ പറ്റും. ആദ്യം തന്നെ ഞാൻ അടുക്കളയിലോട്ട് വന്നിട്ട് ചായ കുടി അതൊക്കെ കഴിഞ്ഞിട്ടോ. ആരും എണീറ്റില്ല. ഞാൻ പിന്നെ എണീറ്റ് ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഇന്നലെ തന്നെ തേങ്ങയൊക്കെ തിരിഞ്ഞ് വെച്ചായിരുന്നു. തോരനും പിന്നെ കുറച്ച് കൊച്ചുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് വെച്ചു. പിന്നെ ഇഡ്ഡലി മാവിരിപ്പുണ്ട്, അതൊന്ന് പുഴുങ്ങിയെടുക്കണം. അടുത്ത അടുപ്പിലോട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ ചമ്മന്തി അങ്ങ് കടുവറുത്തങ്ങ് ചൂടാക്കാനായിട്ട് വെച്ച് അതിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഇഡ്ഡലി കൂട്ടത്തിൽ മുട്ട പുഴുങ്ങാനും കൂടെ വെച്ച് ഇഡ്ഡലി പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്കും മുട്ടയും കൊണ്ട് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മീനുണ്ട് കേട്ടോ. മീൻ ഞാൻ ചുമന്ന മീൻ, അത് കിളിമീനും പിന്നെ വറ്റയാണ് ഉള്ളത്. ഞാൻ വറ്റ മാത്രമേ എടുത്ത് കറി വെക്കുന്നുള്ളൂ. അതെടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇഡ്ഡലിയൊക്കെ പുഴുങ്ങിയെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്ക് അഥവാ അവർക്ക് വിശക്കെന്ന് പറഞ്ഞ് വന്നാലും എടുത്ത് കൊടുക്കാമല്ലോ. ഇപ്പം ഏകദേശം നേരൊക്കെ ഒന്ന് വെളുത്ത് തുടങ്ങി കേട്ടോ. ഇഡലിയെല്ലാം പുഴുങ്ങിയെടുത്തു. പിന്നെ ഞാൻ വേറെ ഒഴിക്കാൻ മോരിരിപ്പുണ്ട്. അപ്പോൾ പിന്നെ മോര് കറി വെക്കണമെന്നില്ല. പിന്നെ മീൻ കറിയും പാവയ്ക്ക അതിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ട്. പാവയ്ക്ക ഞാൻ എടുത്തങ്ങ് വെച്ചായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായി മാങ്ങ മേടിച്ചിട്ട് ഞാനത് അച്ചാറിടാനായിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ മാങ്ങ കണ്ടപ്പം പിന്നെ മീൻ കറി അങ്ങ് മാങ്ങ ഇട്ടങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായിട്ട് അതിങ്ങനെ ഇരിക്കുന്നു. അത് കണ്ടപ്പം പിന്നെ പച്ചക്കറി, അതായത് മാങ്ങയിട്ട് മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് ഒരു മീൻ കറി വെക്കാനൊരു കൊതി. പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് തിളപ്പിച്ച് മീനൊക്കെ പറക്കിയിട്ട് അതും അങ്ങ് സെറ്റാക്കി. പിന്നെ കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നു, അതും അങ്ങ് പെട്ടെന്ന് അത് കുക്കറിൽ വെക്കുക കേട്ടോ. അങ്ങനെ നേരമൊക്കെ വെളുത്തപ്പോഴത്തേക്ക് നമ്മുടെ പണിയൊക്കെ ഏകദേശം കംപ്ലീറ്റായി. പിന്നെ കിടന്ന പാത്രവും അതെല്ലാം ഒന്ന് കഴുകി വെച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും മോൾ എണീറ്റ് വന്നായിരുന്നു. അവരൊക്കെ എണീറ്റ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ മോൾക്ക് എക്സാം നാളെ തുടങ്ങത്തേ ഉള്ളൂ. പക്ഷേ എന്നാലും കുറച്ചൊക്കെ ഒന്ന് പഠിപ്പിക്കാനുണ്ട്. അതും കൂടെ കുറച്ച് നോക്കിയിട്ട് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്ത് ലഞ്ചൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് സ്കൂളിലൊക്കെ പറഞ്ഞ് വിട്ടോണം ക്ലീനിങ് തുടങ്ങാൻ. അങ്ങനെ എല്ലാവരും പോയട്ടോ. ക്ലീനിങ്ങൊക്കെ തുടങ്ങി. കഴിഞ്ഞ വ്ളോഗിൽ എൻ്റെ ക്ലീൻ ചെയ്യുന്ന ഇത് കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഈ പൊടി ഡസ്റ്റ്, അതായത് ഡസ്റ്റിന് അലർജി ഉള്ളവർക്കും പിന്നെ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഒരു ചെറിയ ഇൻഫർമേഷൻ പോലെ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാവോ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട് കഴിഞ്ഞ ഒരു ഓണം ക്ലീനിങ് പാർട്ട് 1 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ അതും കൂടെ ഒരു ചെറിയൊരു ടിപ്പും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടോ. ഇപ്പം ഞാൻ മാസ്ക് വെച്ചിട്ടില്ല, കാരണം എന്തെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പം നമ്മൾ എവിടെ ക്ലീൻ ചെയ്യുന്നത്, റൂമാണെങ്കിൽ ഹാൾ, ഞാനിപ്പം ഈ ഡൈനിങ് ഹാളല്ല, മെയിൻ ഡ്രോയിങ് റൂം മാത്രമേ ഞാനൊന്ന് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ദിവസങ്ങൾ ഇനി ഉണ്ടല്ലോ, അപ്പോൾ ഓരോന്നോരോന്നും നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുഴയും. അപ്പോൾ പിന്നെ ഓരോ ദിവസം ഓരോ പാർട്ടായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മുഷിവും തോന്നത്തില്ല, അതൊരു ജോലിയായിട്ട് എടുക്കുകയും വേണ്ട. ആദ്യം തന്നെ ഹാളിലെ ജനലെല്ലാം അങ്ങ് തുറന്നിട്ട് കേട്ടോ. തുറന്നിട്ടതിന് ശേഷം പിന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് വേണം ഈ പൊടിയുള്ള ഭാഗമൊക്കെ തൂത്തെടുക്കാൻ, അതായത് തുടച്ചെടുക്കാൻ. മാസ്ക് ഉപയോഗിക്കാത്തത്, എനിക്ക് ആ മാസ്ക് വെക്കുമ്പോൾ അതിലെ കുഞ്ഞു കുഞ്ഞു പൊടി എൻ്റെ മുഖി കയറും. എനിക്കതാണ് പ്രശ്നം. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ഡസ്റ്റ് അലർജി വരുന്നത്. ഇങ്ങനെ ഈ പൊടിയാണെങ്കിൽ എനിക്കും ഡസ്റ്റ് അലർജി നല്ലപോലെ ഉള്ളൊരു ആളാണ്. പിന്നെ അന്നത്തെ വ്ളോഗിൽ എനിക്ക് അത്രയും പൊടിയായിട്ട് തോന്നാത്തതുകൊണ്ടാണ് അന്ന് ഞാൻ ഇത് വെക്കാഞ്ഞത്.
പിന്നെ പെട്ടെന്ന് തന്നെ ആ ജനലിൻ്റെ സൈഡൊക്കെ അങ്ങ് നനഞ്ഞ തുണി ഓരോ പ്രാവശ്യം നമ്മൾ തുടച്ച് കഴിയുമ്പോഴും നമ്മൾ ഒന്ന് മുക്കി പിഴിഞ്ഞെടുക്കണം കേട്ടോ, നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം, എന്നിട്ട് വേണം തുടച്ചെടുക്കാൻ. അപ്പോൾ ഒട്ടും തന്നെ പൊടി പറക്കുകയോ മൂക്കിലോട്ട് കയറുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മിക്ക ആൾക്കാർക്കും അറിയാം, എന്നാൽ അറിയാത്ത കുറച്ച് കൂട്ടുകാരെങ്കിലും കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ ടിപ്സ് പറഞ്ഞു തരുന്നത്. പിന്നെ മാസ്ക് വെക്കാം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ട് കയ്യിൽ മോക്ക കഴുകണം കേട്ടോ. നല്ലതായിട്ട് അലർജി, അതായത് നന്നായിട്ട് അലർജി ഒട്ടും പറ്റാത്തവർ മാക്സിമം ചെയ്യാതിരിക്കാനേ ഞാൻ പറയും. കാരണം ഒരു ഏത് രീതിയിൽ നമുക്ക് കണ്ണിക്കൂടായാലും മുക്കിക്കൂടായാലും ചെവിക്കൂടായാലും എങ്ങനെയായാലും ഇത് പൊടിയുടെ ഒരു പ്രശ്നമുള്ളവർക്ക് നന്നായിട്ട് എന്ത് ചെയ്താലും വരും. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് മാസ്ക് വെക്കാഞ്ഞതും അങ്ങനെയൊന്നും വെക്കാഞ്ഞത്. പക്ഷേ എന്തായാലും ഇതൊരു അറിവായിട്ട് എന്ന് വെച്ചാൽ നനഞ്ഞ് തുണിയിട്ട് നന്നായിട്ട് എല്ലായിടവും തുടച്ചെടുക്കാം. പിന്നെ കുഞ്ഞു വലയുണ്ടല്ലോ നമ്മുടെ ഈ ജനലിൻ്റെ ഓരോ മൂലയ്ക്കും ആ കമ്പിയുടെ ഓരോ സൈഡിലും കുഞ്ഞു വല കെട്ടിയിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം ഈ നനഞ്ഞ തുണിയിട്ട് തന്നെ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ. ആദ്യമേ ഈ തൂക്കുമ്പോഴാണ് ഈ പൊടി പറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിട്ട് തോന്നത്തില്ല. ഞാൻ മിക്കവാറും ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതെല്ലാം അങ്ങ് തൂത്ത്, പിന്നെ അത് മാത്രമല്ല കുറേ കരി പോലെ അങ്ങ് സൈഡിലൊക്കെ ഒരു കറുത്ത പുള്ളിയായിട്ട്, അതൊക്കെ ഈ നനഞ്ഞ തുണിയിട്ട് തുടയ്ക്കുമ്പോൾ നന്നായിട്ട് പോവും. പിന്നെ ഒരു കാര്യം, നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ഇത് ചെയ്യാവൂ കേട്ടോ. ഞാൻ ഇത്രയും ദിവസം പോയത് ഇവിടെ നല്ലതായിട്ട് മഴയാണ്. അപ്പം ഒട്ടും തന്നെ ഇത് ഉണങ്ങാനും പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാൻ ഇത്ര ലേറ്റായത്. ഞാൻ അന്ന് ഇത് ചെയ്യണം എന്നുള്ളൊരു ധാരണയിൽ ഇരുന്നതായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് ഇന്നിപ്പോൾ വെയിലൊക്കെ വന്നപ്പം പെട്ടെന്ന് തന്നെ അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓരോ ഭാഗമേ ഞാൻ ക്ലീൻ ചെയ്യുന്നുള്ളൂ. പറഞ്ഞ കണക്ക് ഇപ്പോൾ ഇന്ന് ഹാള് മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ. കാരണം നമുക്ക് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. ഓരോ ഭാഗവും മുക്കും മൂലയും അഴിച്ചെല്ലാം നമുക്ക് പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കണം. ഞാൻ അതിനിടയ്ക്ക് ഫാൻ ശരിയാക്കിയായിരുന്നു കേട്ടോ. നമ്മുടെ ടോപ്പിലുള്ള ഫാൻ തുടച്ചായിരുന്നു, പക്ഷെ അത് വീഡിയോയിൽ എവിടെയോ മിസ്സായി പോയിട്ടുണ്ട്. ഞാനിതിപ്പോഴാണ് കണ്ടത്. അത് ആദ്യം തന്നെ നമുക്ക് ഫാൻ വേണം ക്ലീൻ ചെയ്യുന്നത്. വെച്ചാൽ മേളിലുള്ള നമ്മളെ മേൾ വശത്ത് ഇപ്പം നമ്മൾ നമ്മുടെ ഈ ഷോക്കേഴ്സ് ഒരുപാട് പൊടിയുള്ള ഭാഗങ്ങളൊക്കെ ആദ്യമേ നമ്മളങ്ങ് തുടച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ ഭാഗമുള്ള സെറ്റിയുടെ അടിയിലോ അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങൾ പിന്നെ ഇതിപ്പം പുതിയ സെറ്റി, ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെറുതായിട്ടൊക്കെ ഒന്ന് തുടച്ചിട്ടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുടച്ചിടുവാണെങ്കിൽ നമുക്ക് വലിയ പൊടിയാവുന്നതിന് മുന്നേ തുടച്ചിടുകയും വയ്യ. ഒരുപാട് അങ്ങ് പൊടിയാവുന്നതിന് മുന്നേ തുടയ്ക്കണം. അപ്പോൾ വലിയ ഡസ്റ്റിൻ്റെ പ്രശ്നം വരത്തില്ല നമുക്ക്. അങ്ങനെ അവിടെ എല്ലാം ഇപ്പം നോക്കിയപ്പോൾ ഡോറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം വെച്ചതെന്ന് വെച്ചാൽ ഞാനൊരു തുണി എടുത്തുകൊണ്ട് വന്നേ കേട്ടോ. ഇനി ഞാൻ തൂക്കാൻ പോവാം. തറയൊക്കെ ഒന്ന് തൂക്കണം. ഫ്ലോർ ഒന്ന് തൂക്കുന്നതിന് മുമ്പ് ഈ സെറ്റിയുടെ കവർ ഞാൻ ആദ്യം മാറ്റാമെന്ന് വെച്ചാൽ ആ സെറ്റി കവറാകുമ്പോൾ നമുക്ക് എടുത്ത് കഴുകാം. മറ്റേതാകുമ്പോൾ എടുത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് ആദ്യമേ എടുത്ത് മാറ്റാഞ്ഞത്. അത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വേറെ ഒരെണ്ണം ഇടാം. എന്നിട്ട് ഈ തലയണയൊക്കെ ഒന്നെടുത്ത് വെയിലത്ത് വെക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമേ ഇവിടെ അങ്ങ് തൂത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ആ മൂലയ്ക്കും ഈ പറഞ്ഞോണം അധികം ഒന്നുമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ഇപ്പം അവിടെയൊക്കെ തുടച്ചതിൻ്റെയൊക്കെ ചെറിയ പൊടി അവിടെ ഇവിടെയൊക്കെ കാണും. പിന്നെ ഞങ്ങളുടെ ഭിത്തിയിലാണെങ്കിൽ ചെറിയ ഒരു പെയിൻറ്റ് ഇങ്ങനെ ഇളകി വീഴും. അതിൻ്റെ പുട്ടിയും കാര്യങ്ങളൊക്കെ അതൊരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അതെന്തായാലും ഇനി ഉടനെ എന്തെങ്കിലും ചെയ്യണം. അത് മൊത്തം അങ്ങ് അതിൻ്റെ ഒരു പൊടിയുടെ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഹാളിൽ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞു. ഇനി തുടയ്ക്കുന്നത് മറ്റു റൂമും കൂടെ ക്ലീൻ ചെയ്തിട്ട് ഒരുമിച്ച് തുടയ്ക്കുന്നുള്ളൂ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.